പാർട്ടിയുടെ 24ാം കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനം ഇന്ന് വൈകുന്നേരം നടക്കുന്ന വളണ്ടിയർ മാർച്ചോടെയും ലക്ഷങ്ങൾ അണിനിരക്കുന്ന പൊതുസമ്മേളനത്തോടുകൂടി സമാപിക്കാൻ പോവുകയാണ്. പ്രതി സമ്മേളനം അവസാനിച്ചു കഴിഞ്ഞു. വളരെ ആവേശകരമായ ഒരു സമ്മേളനമാണ്. എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കും പാർട്ടിയുടെ ചരിത്രത്തിൽ കൊല്ലം ജില്ലാ സമ്മേളനം. പാർട്ടിയുടെ താഴെത്തലത്തിലുള്ള എല്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ജില്ലാ സമ്മേളനങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധിയായ അനുബന്ധ പരിപാടികൾ, ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിരവധി പരിപാടികൾ കഴിഞ്ഞതിന് ശേഷമാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് പ്രവേശിച്ചത്. ജനങ്ങളെ ആവേശം കൊള്ളിച്ച ചരിത്ര പ്രദർശനം ഉൾപ്പെടെ ഏതാണ്ട് 100ഓളം പരിപാടികൾ, അനുബന്ധ പരിപാടികൾ എന്ന രീതിയിൽ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. വലിയൊരു ജനകീയ മുന്നേറ്റം ഇതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു എല്ലാ പരിപാടികളും. പാർട്ടി സംഘടനയാണ് കരുത്ത് എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായി. പാർട്ടി മെമ്പർമാരുടെ കുടുംബങ്ങൾ, പാർട്ടി മെമ്പർമാരുടെ വീടുകളിൽ ഈ സമ്മേളനത്തിൻ്റെ ചെലവിനു വേണ്ടി ഓരോ ചെറിയ ബോക്സ്, പണ്ട് നമ്മൾ ഉണ്ടിയ പോലെ ഓരോ സാധനം എല്ലാ പാർട്ടി മെമ്പർമാരുടെയും വീടുകളിൽ വെച്ചിരുന്നു. അത് മുഴുവൻ ശേഖരിച്ചപ്പോൾ ഇപ്പോഴേറ്റവും അവസാനത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ സുദേവൻ പറഞ്ഞത് 2.5 കോടി രൂപ ഈ പാർട്ടി മെമ്പർമാരുടെ കുടുംബങ്ങളിൽ നിന്നാണ് ശേഖരിക്കാൻ സാധിച്ചത്. അതൊരു വലിയ പാർട്ടിയുടെ ഭാഗമായിട്ട് വന്ന കുടുംബാംഗങ്ങളുടെ പിന്തുണയാണ് കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്നത്. അതേപോലെ ഈ സമ്മേളനം ആരംഭിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ജനസമുദ്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും വളരെ ആവേശത്തിലാണ് ജനങ്ങളുടേത്. പാർട്ടിയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി ഈ സമ്മേളനം മാറിയിരിക്കുന്നു. വിഭാഗീയമായ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിന് പാർട്ടിയെ സജ്ജമാക്കുക എന്ന ചുമതലയാണ് ഈ സമ്മേളനത്തിലൂടെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളെയും തീർച്ചയായിട്ടും ഇവിടെ രൂപപ്പെട്ടു വരുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ ഭാഗമായിട്ട് മാർക്സും എംഗൽസും ചൂണ്ടിക്കാണിച്ച എല്ലാ പിന്തിരിപ്പന്മാരുടെയും ഒരു മുന്നണി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പാർട്ടിക്കുമെതിരായിട്ട് രൂപപ്പെട്ടു വരികയാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എല്ലാം അതിൽ ചേർന്ന് അവരുടെ എല്ലാം പൊതുശത്രു CPIM ആണ് എന്ന് പ്രഖ്യാപിച്ച് നടന്നു വരുന്ന ഈ പ്രചരണ കോലാഹലങ്ങളെയാകെ നമുക്ക് നേരിടേണ്ടതുണ്ട്. അതിന് ജനങ്ങളുടെ പിന്തുണയോടുകൂടി 2ാം ടേം അധികാരത്തിൽ വന്നതുപോലെ 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായും അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായും നമുക്ക് വൻ മുന്നേറ്റം സൃഷ്ടിക്കാനാവണം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് അഭിമുഖീകരിച്ച് മുന്നോട്ടേക്ക് പോകാനാവണം. അതിന് സാധിക്കത്തക്ക രീതിയിലുള്ള സംഘടനാപരമായ കരുത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടും ജനങ്ങൾക്കെതിരായിട്ടും പ്രഖ്യാപിച്ച ഈ സാമ്പത്തിക പ്രതിരോധ യുദ്ധം അതും നമുക്ക് നേരിടാൻ പറ്റണം.
അത് നേടാൻ സാധിക്കണമെങ്കിൽ കേരളത്തിൻ്റെ സ്വാധീനത്തെ, അതിൻ്റെ കഴിവിനെ പരമാവധി നമുക്ക് ഉപയോഗിക്കണം. അതാണ് നമ്മുടെ പുതിയ വഴികൾ, നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖയിലൂടെ ഈ സമ്മേളനം ഇപ്പോൾ കണ്ടിട്ടുണ്ട്. വലിയ മാറ്റം, ആരും പ്രതീക്ഷിക്കാത്ത മാറ്റം ഈ കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. വ്യാവസായിക മേഖലയിൽ 1,52,000 കോടി രൂപയുടെ നിക്ഷേപം. അതിനു പുറമെ സഹകരണ മേഖലയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ട് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള വിവിധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള പദ്ധതികൾ ഒക്കെ വിഭാവനം ചെയ്യുന്നുണ്ട്. നമ്മുടെ സമ്പത്ത് പൂർണ്ണമായിട്ടും സ്വരൂപിക്കാനും പുതിയ രീതിയിൽ ആ സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ട് ഫലപ്രദമായി കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കുന്ന ഒരു വികസന പരിപ്രേക്ഷ്യം കേരളം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് എല്ലാവരുമായി ചർച്ച ചെയ്ത് എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളുമെല്ലാം മുഖവിലക്കെടുത്തുകൊണ്ട് മുൻവിധിയില്ലാതെ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ഇടപെടലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനെല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം. ഇപ്പോൾ ഡാമിലൊക്കെ പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മണൽ അതൊന്നും വാരിയെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവപൂർവ്വം ഗവൺമെൻറ് പരിഗണിക്കണം. അതുപോലെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സ, അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പരമാവധി പാവപ്പെട്ട മനുഷ്യർക്ക് സൗജന്യ ചികിത്സ നൽകുമ്പോഴും അവിടെ നമുക്ക് എങ്ങനെയാണ് വിഭവങ്ങൾ കണ്ടെത്താനാവുക എന്ന കാര്യം, ആ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് വിനിയോഗിക്കാൻ കഴിയണം. അതുപോലെ തന്നെ മാറുന്ന കേരളത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന രീതിയിൽ ടൂറിസം മേഖല അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിനെ ശക്തിപ്പെടുത്താൻ കഴിയണം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടിരിക്കേണ്ടുന്ന 52 കേന്ദ്രങ്ങളിലൊന്നും കേരളമാണ് എന്ന് ടൈംസ് മാഗസിൻ തന്നെ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധ്യതയും നമുക്ക് ഉപയോഗിക്കണം കഴിയണം. അങ്ങനെ കേരളത്തിൻ്റെ വളർച്ച, രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പ്ലാന്റേഷൻ മേഖലയിലും റബ്ബർ മേഖലയിലും അതുപോലെ തന്നെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഇന്നത്തെ നിലയിൽ അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ പ്രയാസമുണ്ട്. എന്നാലും അത് മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തും. നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായി ഇടപെടും. ഇങ്ങനെയെല്ലാമുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളം മുന്നോട്ടേക്ക് പോകാനാവും ശ്രമിക്കുക. എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാവണം. നമ്മുടെ വർഗ ബഹുജന സംഘടനകൾ, അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി താഴെത്തരം വരെയുള്ള എല്ലാ ഘടകങ്ങളും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടല്ലാതെ ഈ കടമ നിർവഹിക്കാൻ നമുക്ക് സാധിക്കില്ല. അതേപോലെ കേരളത്തിലെ വനിതാ പ്രസ്ഥാനം, അതിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്താണ് കുടുംബശ്രീ. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്ത്രീകൾ, ഇവരെല്ലാം തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ വിഭാഗമാണ്. അവരെല്ലാം സംഘടിത പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് നയിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിനാണ് കേരളം ശ്രമിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഇടയിലാണ് 24ാം സമ്മേളനം, ഇവിടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടത്തിയിട്ടുള്ളത്. സഖാവ് യെച്ചൂരിയും കോടിയേരിയും ഇല്ലാതെ നടക്കുന്ന ആദ്യത്തെ സമ്മേളനമാണ്. അവരെല്ലാം സ്മരിക്കുക. ഭൂതകാല നേതൃനിരയിലുള്ള അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ മുഴുവൻ സഖാക്കളെയും ഈ സന്ദർഭത്തിൽ ഞാൻ സ്മരിക്കുന്നു. ത്രസിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഈ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് വരുന്ന ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും ബന്ധുക്കളെയും സഖാക്കളെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. തുടർന്ന് ഈ കേരളത്തിൻ്റെ ഭാവി നിശ്ചയിക്കത്തക്ക രീതിയിലുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തി കേരളത്തിൻ്റെ പൊതു താൽപ്പര്യം സംരക്ഷിക്കുന്നതിന്, കേന്ദ്രത്തിൻ്റെ അവഗണനയെ ഫലപ്രദമായിട്ട് അഭിമുഖീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് നമുക്ക് സാധിക്കും. അതിനെല്ലാ വിഭാഗം ജനങ്ങളുടെയും പരിപൂർണ പിന്തുണയുണ്ടാവണം.
അതുപോലെ കേരളത്തിൻ്റെ പൊതു താല്പര്യത്തോടൊപ്പം മാധ്യമങ്ങളും സജീവമായിട്ട് ഉണ്ടാവണം എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നല്ല നിലയിലുള്ള പ്രചരണം നൽകിയിട്ടുണ്ട്, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. രണ്ടും നന്നായി എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. വിമർശനത്തെയും അതുപോലെ തന്നെ മറ്റ് പ്രോത്സാഹനപരമായ നിലപാടിനെയും എല്ലാം ജനാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവണം എന്ന് വാർത്താ വിതരണ മേഖലയിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന രീതിയിൽ നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയും കൂടി ചെയ്യുകയാണ്. സ്വാഗത സംഘം വളരെ നല്ല നിലയിലാണ് ഈ സമ്മേളനം പ്ലാൻ ചെയ്ത ആ ഘട്ടം മുതൽ ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ പ്രതിനിധികൾക്കും സമ്മേളന നടത്തിപ്പിനും എല്ലാം കഴിയുന്ന സാഹചര്യം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനകീയമായൊരു പിന്തുണയോടുകൂടി സ്വരൂപിക്കപ്പെട്ട പണം ഉൾപ്പെടെ ഉപയോഗിച്ച് ഫലപ്രദമായിട്ട് സ്വാഗത സംഘം പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലും ലോകത്തെമ്പാടുമുള്ള മലയാളി കേരളത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മുഖമായ CPIM-നെ അതിൻ്റെ സമ്മേളനത്തെ വളരെ ഗൗരവത്തോടുകൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള മുഴുവൻ ആളുകളോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും നന്ദി രേഖപ്പെടുത്തുകയാണ്. പാർട്ടി എന്നിൽ അർപ്പിച്ച പുതുതായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള പദവി അതൊരു പദവിയായിട്ടല്ല, ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ഉത്തരവാദിത്തം കൂട്ടായ്മയിലൂടെ എല്ലാ പാർട്ടി നേതാക്കളും പ്രവർത്തകരും എല്ലാം ചേരുന്ന ഒരു കൂട്ടായ്മയിലൂടെ ആ ഉത്തരവാദിത്തം നിർവഹിക്കാനാവും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കേരളത്തിലെ പാർട്ടിയെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു നവകേരള സൃഷ്ടിയുടെ ഊർജ്ജമായിട്ട് മാറ്റുന്നതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ ധാരണയോടുകൂടി സംഘടനയെ നയിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ എല്ലാം പിന്തുണയുണ്ടാവണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. സെക്രട്ടറി മാത്രമല്ല, സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 3 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. ആ 3 ഒഴിവുകൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് നികത്തി. പിണറായി വിജയൻ, MP ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ, TM തോമസ് ഐസക്, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, KK ജയചന്ദ്രൻ, VN വാസവൻ, സജി ചെറിയാൻ, M സ്വരാജ്, മുഹമ്മദ് റിയാസ്, PK ബിജു, ഉത്തരത്ത് ദിനേശൻ, MP ജയരാജൻ, CN മോഹനൻ. ഇതാണ് സെക്രട്ടേറിയറ്റ്. 3 സഖാക്കളെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ട് ഉൾപ്പെടുത്തിയത്. KK ശൈലജ ടീച്ചറും MP ജയരാജനും CN മോഹനും. അങ്ങനെ 17 അംഗ സെക്രട്ടേറിയറ്റും പാർട്ടി സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്തിരിക്കുക. തിരുവനന്തപുരത്ത് അല്ല, അങ്ങനെ ഓരോ ജില്ലക്കും പ്രാതിനിധ്യമൊന്നുമില്ല സെക്രട്ടേറിയറ്റ്. അങ്ങനെ ഒരുപടി ആളുകൾ ഇനിയും ഉണ്ടല്ലോ പരിഗണിക്കണം. ഞങ്ങൾ 100 കണക്കിന് സഖാക്കൾ ഈ സമ്മേളന പ്രതിനിധികളായ മുഴുവൻ ആളുകളെയും ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പരിഗണിക്കാനാവില്ലല്ലോ. അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സൂസൻ കോടിയെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയത് തന്നെയാണ്. കരുനാഗപ്പള്ളി വിഷയം, കരുനാഗപ്പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോവുകയാണ് പാർട്ടി. ആ സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നതുവരെ കരുനാഗപ്പള്ളിയിലെ ആരെയും ഒരു കമ്മിറ്റിയിലും ഞങ്ങൾ എടുത്തിട്ടില്ല. ജില്ലാ കമ്മിറ്റിയിലും എടുത്തിട്ടില്ല, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും എടുത്തില്ല. അത് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കും.
അതെ, അവരുണ്ടല്ലോ, ആ ചെറുപ്പക്കാരല്ലേ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഒരുപാട് വന്ന ചെറുപ്പക്കാർ പുതുമുഖങ്ങൾ വന്നല്ലോ, അവരെല്ലാം ചേർന്നതാണല്ലോ സെക്രട്ടേറിയറ്റ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പിന്തിരിപ്പൻ ശക്തികളും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സും എംഗൽസും പറഞ്ഞതുപോലെ എല്ലാ പിന്തിരിപ്പന്മാരും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു കൂട്ടുകെട്ട് വർഗീയവാദികൾ, ന്യൂനപക്ഷ വർഗീയവാദികൾ, ഭൂരിപക്ഷ വർഗീയവാദികൾ, കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഫാസിസ്റ്റിക് സമീപനങ്ങൾ എല്ലാം നിലനിൽക്കുന്ന ഈ പരിസ്ഥിതിയിൽ അതിനെയെല്ലാം അതിജീവിച്ച് ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ജനങ്ങളെയും മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. തിരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഭാഗമായിട്ട് വരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അസംബ്ലിയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIയും കാഴ്ചവെക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അല്ല, മൂന്നാം ടേം ഗവൺമെന്റ് അധികാരത്തിൽ വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ത്യയിൽ ഒരേ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ, ബദൽ. അത് കേരളമാണ്. വേറെ ഒരു ഗവൺമെന്റ് ആ രീതിയിലില്ല. അപ്പോൾ ഞങ്ങൾക്ക് കേരളം ഒരു ബദലായി അതിന്റെ മൂന്നാം ടേമും അധികാരത്തിൽ വരിക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല, ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കാരണം ഒന്നാം ടേമിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ 66 നാഷണൽ ഹൈവേ 66 ഉണ്ടാവില്ലല്ലോ. അത് ആർക്കാ മനസ്സിലാവാതെ? പത്രക്കാർക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. ഉണ്ടാകുമായിരുന്നു. അത് അവസാനിപ്പിച്ച് പോയതാണ് ഉമ്മൻചാണ്ടി. ഇവിടെ ഞങ്ങൾക്ക് ഇനി 45 മീറ്റർ വീതിയിലുള്ള റോഡുണ്ടാക്കുന്നതിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ ചെറിയ രീതിയിലുള്ള എതിർപ്പ് വന്നപ്പോൾ അത് മാറ്റിവെച്ച് പോയതാണ്. അതിനുശേഷം നല്ല ഇച്ഛാശക്തിയോടുകൂടി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ നാഷണൽ ഹൈവേ 66 പ്രാവർത്തികമാകാൻ പോകുന്നത്. 2026 ആകുമ്പോഴേക്ക് മിക്കവാറും ആ റോഡിലൂടെ വാഹനങ്ങൾ ഓടും. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഗയൽ പദ്ധതി, അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കൂടംകുളത്തു നിന്നുള്ള വൈദ്യുതി, നമ്മുടെ തീരദേശ റോഡ് ഹൈവേ, അതുപോലെ മലയോര ഹൈവേ, ഇവിടെ വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രം പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. 600 രൂപയായിരുന്നു പെൻഷൻ. അതിപ്പോഴും 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇനിയും വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം കേരളം കാഴ്ചവെച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ഭാഗത്താണ്. ഇനി നമ്മൾ ഇതിന്റെ മുന്നിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം? വ്യാവസായിക മേഖല ഏതാണ്ട് 3 ലക്ഷത്തിലധികം വരുന്ന സ്വയം സംരംഭക പ്രവർത്തനം ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ കേരളം കൈകാര്യം ചെയ്തു കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്ക് തൊഴിൽ കിട്ടി. ഒരു 7 ലക്ഷത്തോളം ആൾക്ക് തൊഴിൽ കിട്ടി. ഇനി 1,52,000 കോടി കൂടി ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിക്ഷേപം വരാൻ പോവാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നല്ലോ വിഴിഞ്ഞം പദ്ധതി. ആ വിഴിഞ്ഞം പദ്ധതിക്ക് ഇവിടെ BJP ഒരു ഘട്ടത്തിലെതിരായിരുന്നു, കോൺഗ്രസ് എതിരായിരുന്നു, ലീഗ് എതിരായിരുന്നു. എല്ലാവരും കൂടി ചേർന്നിട്ട് അതിനെ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് മാസങ്ങൾ ആ പ്രവർത്തനം തടസ്സപ്പെടുത്തിയല്ലോ. അന്ന് ഇച്ഛാശക്തിയോടും ഗവൺമെന്റും പാർട്ടിയും നിന്നപ്പോഴാണ് അത് തുടങ്ങി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീ പോർട്ടായിട്ട് അത് മാറിയത് വിഴിഞ്ഞം. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് വലിയ വികാസം ഉണ്ടാകാൻ പോവാണ്. കോറിഡോർ തുടങ്ങുക, വ്യാവസായിക കോറിഡോർ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക്, കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക്. നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ മൂലധന നിക്ഷേപമാണ് വരാൻ പോകുന്നത്. പിന്നെ ഒരു വിജ്ഞാന സമൂഹം എന്ന രീതിയിലും ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന രീതിയിലും 15,000 സ്റ്റാർട്ടപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രവർത്തനം ഉൾപ്പെടെ ഈ രാജ്യം കാണാത്ത, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ഈ രീതിയിൽ കാര്യങ്ങൾ കാണാത്ത ജനകീയമായ പദ്ധതികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ പട്ടിണി അവസാനിപ്പിക്കാനാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമായിരിക്കും. വരുന്ന നവംബർ 1-ാം തീയതി അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തും. ഇന്ത്യയിൽ ഈ പ്രഖ്യാപനം നടത്താൻ എത്ര പതിറ്റാണ്ട് വേണ്ടിവരും ഓരോ സംസ്ഥാനത്തും എന്നുള്ളത് കണ്ടോളണം. അതാ കേരളത്തിന്റെ വ്യതിരിക്തതാണ്. ആ രീതിയിൽ കേരളം സർവതല സ്പർശിയായ മേഖലയിൽ ഏറ്റവും അവസാനത്തെ ടെക്നോളജി വരെ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജൻ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീങ്ങുക. മെട്രോ ശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. വാട്ടർ മെട്രോ അതും നന്നായിട്ട് പോവുകയാണ്. വിവിധ ഇപ്പോൾ വൈറസിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ള ഒരു നാടാണല്ലോ ലോകം മുഴുവൻ. അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലബോറട്ടറികൾ അതൊക്കെ കേരളത്തിൽ സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാതത്ര കാര്യങ്ങൾ കഴിഞ്ഞ ഒരു 8-8.5 വർഷം കൊണ്ട് കേരളം നേടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നിന്ന് എത്രത്തോളം മുന്നോട്ട് പോകാനാവും എന്നുള്ളതാണ് ഞങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തത്. അത് സഹകരണ മേഖലയും അതുപോലെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ഒന്നുകൂടി യോജിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അത്ഭുതകരമായ നേട്ടമുണ്ടാക്കാൻ കേരളത്തിന് സാധിക്കും. അത് നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ട്, ഞാനെല്ലാം വിശദീകരിക്കാൻ ഇപ്പോൾ പുറപ്പെടുന്നില്ല, ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ളൊരു വലിയ വികസന പ്രക്രിയയാണ് മൂന്നാം ഗവൺമെന്റിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ. ഗവൺമെന്റ് മൂന്നാം സ്ഥാനത്ത് പോകുന്നുള്ളത്, മൂന്നാമത്തെ ടേം വരുന്നു എന്നുള്ളതല്ല പ്രശ്നം. ജനങ്ങളെ എങ്ങനെ ആ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തും. അതാണ് ഞങ്ങളുടെ പരിപാടി. വൻകിട പദ്ധതി എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ അങ്ങനെ പറഞ്ഞെന്താ? എല്ലാ വകുപ്പും ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതൊക്കെ പരിഹരിക്കാണ്ട് പിന്നെ പോകാൻ പറ്റുമോ? അരി കിട്ടാണ്ട് പിന്നെ എങ്ങനെയാ മുന്നോട്ടേക്ക് പോകാൻ പറ്റുക? അതൊക്കെ പരിഹരിക്കും. സമ്മേളനം ഇല്ല, അത് സംബന്ധിച്ച ചർച്ചയൊക്കെ നടത്തി പൂർണ്ണമായ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഫൈനലൈസ് ചെയ്ത് വരണ്ടേ. പിന്നെ LDF ചർച്ച ചെയ്യേണ്ടിയിട്ട് അതൊക്കെ ചർച്ച ചെയ്തേ വരുള്ളൂ. ഒരു സാധ്യത മാത്രമല്ല ഞാൻ പറഞ്ഞത്, നിരവധി സാധ്യതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹകരണ മേഖലയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ചേർന്ന് നടത്തുന്ന നിരവധി പ്രോജക്റ്റുകളായിരിക്കും. പിന്നെ പുഴയിലുള്ള പൂഴി, അതുപോലെ തന്നെ ഡാമിൽ കെട്ടിക്കിടക്കുന്ന പൂഴി, ഇപ്പോഴെ എല്ലാം തന്നെ ശേഖരിക്കാൻ കഴിയും. ഏത് എല്ലാം മറുപടി പറഞ്ഞിട്ട്, ആശങ്കകൾക്കെല്ലാം മറുപടി പറഞ്ഞിട്ട്. അല്ല, ക്ഷണിതാക്കളുടെ ലിസ്റ്റ് ഞങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. ക്ഷണിതാക്കളെ ഇപ്പം തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സ്ഥിരം ക്ഷണിതാവായി വീണ ജോർജിനെ തീരുമാനിച്ചിട്ടുണ്ട്. ഒരാളെ മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള പഴയകാല നേതാക്കന്മാരെയൊക്കെ നമ്മൾ പാർട്ടി കോൺഗ്രസിന് ശേഷമാണ് തീരുമാനിക്കുക. എത്രത്തോളം ആളുകളെയാണ് എടുക്കാൻ കഴിയുക എന്ന അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ കൂടി സഹായത്തോടുകൂടി ഞങ്ങൾ, കാരണം കഴിഞ്ഞ പ്രാവശ്യം എടുത്തവരുണ്ട്, ഇപ്രാവശ്യവും ഒഴിഞ്ഞു പോകുന്നവരുണ്ട്. ഇവരെല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്നുള്ളത് പാർട്ടി സംഘടന കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് പരിഗണിക്കും. BSL എല്ലാ കാലം പാർട്ടിയുടെ സ്വത്തല്ലേ. BSന് ആരോഗ്യകരമായ പ്രശ്നം കൊണ്ട് മാത്രമല്ലേ സാധിക്കാതെ. പക്ഷേ ഞങ്ങളാ പട്ടിക തയ്യാറാക്കിയില്ല പറഞ്ഞില്ലേ. ബാബുജനാണ് ചെയർമാൻ. ആണ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായി ബാബുജനാണ് ചെയർമാനായി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനിപ്പിക്കാം.